കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. 7 ഘട്ടമായിട്ടാണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളം രണ്ടാമത്തെ ഘട്ടത്തിൽ ഏപ്രിൽ 26-ാം തീയതിയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ഏപ്രിൽ 19-ാം തീയതി തുടങ്ങുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളം ആദ്യത്തെ ഘട്ടത്തിലല്ല, രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ഏപ്രിൽ 26-ന് നടക്കുന്ന രണ്ടാമത്തെ ഘട്ടത്തിലാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ഒറ്റ ഘട്ടമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ 7 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ഫേസ് 2-വിലാണ് കേരളം വരിക. നോട്ടിഫിക്കേഷൻ വരുന്നത്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ 28 മാർച്ച് 2024. മാർച്ച് 28-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. ഈ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി ഏപ്രിൽ 4-ആണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-ആണ്. കേരളത്തിലെ ഡേറ്റ് ഓഫ് പോളിംഗ് എന്ന് പറയുന്നത് 26 ഏപ്രിൽ ഫ്രൈഡേ, വെള്ളിയാഴ്ചയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ഏപ്രിൽ 26-ാം തീയതി വെള്ളിയാഴ്ച കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. എല്ലാ ഫേസുകളിലെയും കൂടി ആകെ കൗണ്ടിംഗ് നടക്കുക ജൂൺ 4-നാണ്. കഴിഞ്ഞ തവണ അത് മെയ് അവസാനമായിരുന്നുവെങ്കിൽ ഇത്തവണ നമ്മൾ ജൂൺ 4 വരെ, ജൂൺ മാസം 4-ാം തീയതി വരെ കാത്തിരിക്കണം. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, 7 ഘട്ടങ്ങളിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. 3 സംസ്ഥാനങ്ങളിൽ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ബീഹാർ, പശ്ചിമ ബംഗാൾ, അതുപോലെ ഉത്തർപ്രദേശ്. കേരളം രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ മാസം 26-ാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണല്ലോ. എന്തൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ? അഭിലാഷ്, എല്ലാവരും കാത്തിരുന്ന ആ തീയതികൾ ഇപ്പോൾ വന്നിരിക്കുന്നു. ജൂൺ 4-നായിരിക്കും ഈ രാജ്യത്താകമാനം വോട്ടെണ്ണൽ നടക്കുക. ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെത് രണ്ടാം ഘട്ടത്തിലേക്ക്, അതായത് കഴിഞ്ഞ തവണ 3 ഇത്തവണ രണ്ടാം ഘട്ടം ഏപ്രിൽ 26-നായിരിക്കും കേരളത്തിലെ വോട്ടെടുപ്പ്. ഇതിൻ്റെ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഏപ്രിൽ 26-ന് വോട്ടെണ്ണൽ നടക്കുന്നു, വോട്ടെടുപ്പ് നടക്കുന്നു. ജൂൺ 4-ന് വോട്ടെണ്ണലും ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 7 ഘട്ടങ്ങളിലായി തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങളാണ് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. ബീഹാർ, ഗുജറാത്ത്, ഹരിയാന, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ത്രിപുര, പശ്ചിമ ബംഗാൾ, ഹിമാചൽ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് വരുന്നത്. ഏതായാലും ഏറെ കാത്തിരുന്ന തീയതികൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൻ്റെ വിജ്ഞാപനം മാർച്ച് 20-ന് പുറത്തിറങ്ങും. 30-ാം തീയതി വരെ നിങ്ങൾക്ക് പത്രിക നൽകാനുള്ള അവസരമുണ്ട്. ഏപ്രിൽ 19-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഘട്ടം, 7-ാം ഘട്ടം, ജൂൺ 1-ന് ആയിരിക്കും അതിൻ്റെ വോട്ടെടുപ്പ് നടക്കുക എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജൂൺ 4-ന് രാജ്യത്താകമാനം വോട്ട് എണ്ണുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 88 പട്ടിക ജാതി വിഭാഗ മണ്ഡലങ്ങളും 47 പട്ടിക വിഭാഗ മണ്ഡലങ്ങളുമാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. 1.8 കോടി പുതിയ വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്യും എന്നുള്ള വിവരവും നൽകിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഓരോ ഘട്ടപ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ 21 സംസ്ഥാനങ്ങൾ, രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങൾ, മൂന്നാം ഘട്ടത്തിൽ 12 സംസ്ഥാനങ്ങൾ, നാലാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങൾ, അഞ്ചാം ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങൾ, ആറാം ഘട്ടത്തിൽ 7-ഉം, ഏഴാം ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ചില ബീഹാറിൽ 2 സമയത്തായിട്ടാണ് വിജ്ഞാപനം വരുന്നത്. പ്രധാനമായും അതിന് കാരണം അവിടുത്തെ പ്രാദേശികമായ ഉത്സവങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ തരത്തിൽ വരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഏകദേശം 102 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളടക്കം 89 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ടാകും. മൂന്നാം ഘട്ടത്തിൽ 94 മണ്ഡലങ്ങളാണുള്ളത്. നാലാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങൾ, അഞ്ചാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങൾ, ആറാം ഘട്ടത്തിൽ 57-ഉം അവസാന ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായിട്ടും എല്ലാ തീയതികളും ആയി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ 20 മണ്ഡലങ്ങളും ഒറ്റ ഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും.
ഏപ്രിൽ 26 ആണ് ആ തീയതി. 5 വർഷം മുൻപ് ഏപ്രിൽ 23 തീയതിയായിരുന്നു കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്കിൽ ഇത്തവണ ഏപ്രിൽ 26 തീയതിയാണ്. 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 3 സംസ്ഥാനങ്ങളിൽ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏപ്രിൽ മാസം 19 തീയതിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുക. ഏപ്രിൽ മാസം 19 തീയതി നമ്മുടെ തൊട്ട് അപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട് അടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോകും. കർണാടകയുടെ ചില മണ്ഡലങ്ങളും കേരളത്തിനോടൊപ്പം 2ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. വിധിയെഴുത്ത് ഏപ്രിൽ 26 തീയതി വെള്ളിയാഴ്ച എന്നുള്ളതാണ് പ്രേക്ഷകരെ അറിയിക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഫലം അറിയാൻ വേണ്ടി ജൂൺ 4 തീയതി വരെ കാത്തിരിക്കണം എന്നുള്ള സവിശേഷതയുണ്ട്. ഏപ്രിൽ 26 വോട്ട് കുത്തിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ജൂൺ മാസം 4 തീയതി വരെ കാത്തിരിക്കണം ഫലം അറിയാൻ. കേരളത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഒക്കെ ആശ്വാസമാണ്. കാരണം ഫെബ്രുവരി അവസാനം തന്നെ, ഫെബ്രുവരി 3ാം വാരം തന്നെ പലരും പ്രചരണവും മറ്റുമൊക്കെ ആരംഭിച്ചിരുന്നു. ഇത് മെയ്യിലേക്കൊക്കെ പോയാൽ അത്രയും നാൾ കൂടി ഇലക്ഷൻ ടെമ്പോ പിടിച്ചു നിർത്തേണ്ടതുണ്ട്, വെയിൽ കൊള്ളേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. എന്തായാലും 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26 തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതോടുകൂടി ഈ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഈ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിന് അവസാനമാകും. പിന്നെ നമ്മൾ അങ്ങോട്ട് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യും. ഏപ്രിൽ 26 മുതൽ മെയ് മാസം അവസാനം വരെ ജൂൺ 4 തീയതി രാജ്യത്ത് പുതിയ സർക്കാർ ആരുടെ നേതൃത്വത്തിലായിരിക്കുമെന്ന് അറിയാൻ പോവുകയാണ്. അതിനുശേഷം അതിനുള്ള അടുത്ത ദിവസങ്ങളിൽ പുതിയ സർക്കാർ രൂപീകരണവും മറ്റുമൊക്കെ ഉണ്ടാകും. ജൂൺ മാസം 4 തീയതിയാണ് കൗണ്ടിംഗ്. സാധാരണ നിലയിൽ മെയ് മാസം അവസാനമാണ് ഈ ഇലക്ഷൻ കൗണ്ടിംഗ് ഒക്കെ വരിക. ഇത്തവണ അത് ജൂൺ മാസത്തിലേക്ക് നീണ്ടിരിക്കുന്നു. ജൂൺ 4 തീയതിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുക. ഏപ്രിൽ മാസം 26 തീയതിയാണ് കേരളത്തിൽ വോട്ടിംഗ് നടക്കുക എന്ന ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. രാജ്യത്ത് 7 ഘട്ടങ്ങളിലായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിലെ 2ാം ഘട്ടത്തിലാണ് കേരളം വരുന്നത്. 2ാം ഘട്ടത്തിൽ മറ്റ് വിവിധ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളവും വരികയാണ്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4 അങ്ങനെ ഫേസ് 7 വരെ നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ മാസം 4 തീയതിയാണ്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ മാസം 5 തീയതിയാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാനത്തെ ദിവസം ഏപ്രിൽ മാസം 8 തീയതിയാണ്. ഡേറ്റ് ഓഫ് പോൾ, അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ മാസം 26 തീയതി. ഏപ്രിൽ 26 വെള്ളിയാഴ്ചയാണ് കേരളം വിധി എഴുതുന്നത്. ഫലമറിയാൻ നമ്മൾ കാത്തിരിക്കേണ്ടത് ഒരു മാസത്തിലധികമാണ്. ജൂൺ മാസം 4 തീയതി ആണ്. ജൂൺ മാസം 4 തീയതിയാണ് റിസൾട്ട് വരിക. 7 ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫേസ് 3 ഡേറ്റ് ഓഫ് പോൾ മെയ് 7 3ാം ഘട്ടത്തിൽ മെയ് 7 തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫേസ് 4 4ാം ഘട്ടത്തിൽ 13 തീയതി മെയ് 13 തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക. അതുപോലെ തന്നെ ഫേസ് 4ൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. ഫേസ് 6 25 മെയ് ആണ് പോളിംഗ് ഡേറ്റ്. ഇങ്ങനെ 7 ഘട്ടമായി നീണ്ടു നിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. 96.8 കോടി വോട്ടർമാരാണ് 96.8 കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ളത്. അതിൽ 49.7 കോടി പുരുഷന്മാരും 47.1 കോടി വനിതകളുമാണ്. 82 ലക്ഷം 85 വയസ്സിൽ കവിഞ്ഞ വയോധികരുണ്ട്. 48,000 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുണ്ട്. ഇത്തവണ 1,80,00,000 പുതിയ വോട്ടർമാർ, അതായത് 18-19 വയസ്സ് പ്രായമുള്ള പുതിയ വോട്ടർമാർ 1,80,00,000 19.74 കോടി യുവ വോട്ടർമാർ, അതായത് 30 വയസ്സിൽ താഴെയുള്ള 19.74 കോടി ജനങ്ങളാണ്. നോക്കൂ, ലോകത്തെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള ഡെമോക്രസിയാണ് ഇന്ത്യ. ഏതാണ്ട് 20 ലക്ഷത്തിനടുത്ത് 19.74 കോടി യങ് വോട്ടർമാർ, 30 വയസ്സിന് താഴെയുള്ളവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ഈ രാജ്യത്തിൻ്റെ ഭാഗധേയം തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ 19.1 ലക്ഷം സർവീസ് വോട്ടർമാരാണ് ഉള്ളത്. 100 വയസ്സ് കഴിഞ്ഞ 2.18 ലക്ഷം വോട്ടർമാരുണ്ട്. അങ്ങനെയാണ് 96 കോടി വോട്ടർമാരാണ്. 96 ഏതാണ്ട് 97 കോടിക്ക് അടുത്ത് 96.8 കോടി വോട്ടർമാരാണ് അവരുടെ സമ്മതിദാനാവകാശം 7 ഘട്ടങ്ങളിലായി വിനിയോഗിച്ച് രാജ്യത്തിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. ജൂൺ മാസം 4 തീയതി ആരാകും രാജ്യം ഭരിക്കുക എന്ന് അറിയാൻ പോകുന്നു. കേരളത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും ഏപ്രിൽ മാസം 26 തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇനി 41 ദിവസമാണ് ബാക്കിയുള്ളത്. ഈ 41 ദിവസം സ്ഥാനാർത്ഥിമാർക്ക് അവരുടെ വോട്ടർമാരെ കാണാം, അവരുടെ നയങ്ങൾ, നിലപാടുകൾ, പരിപാടികൾ അവതരിപ്പിക്കാം, വോട്ട് തേടാം.
തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ പോവുകയാണ് 28-ാം തീയതി. ഏപ്രിൽ 4-ാം തീയതി വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ച് തുടങ്ങാം. ഏപ്രിൽ 4-നാണ് അവസാന ഡേറ്റ്. എന്തായാലും രാജ്യം കാത്തിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ വന്നിരിക്കുന്നു. കർണാടക 2 ഘട്ടമായിട്ടാണ് നടക്കുക. ഏപ്രിൽ 26 നമ്മളോടൊപ്പം, മെയ് 7 2-ഉം 3-ഉം ഘട്ടങ്ങളിലായി. ഏപ്രിൽ 7-നും അതുപോലെ തന്നെ ഏപ്രിൽ 26-നും മെയ് 7-നും കർണാടക തെരഞ്ഞെടുപ്പ് നടത്തുന്നു. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ആന്ധ്രയും തെലങ്കാനയും 4-ാമത്തെ ഘട്ടത്തിൽ മെയ് 13-ാം തീയതിയാണ് നടക്കുക. ആന്ധ്രയിൽ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ആന്ധ്ര മെയ് 13-ന് പോളിംഗ് ബൂത്തിലേക്ക്, തെലങ്കാന മെയ് 13-ന് പോളിംഗ് ബൂത്തിലേക്ക്, കേരളം ഏപ്രിൽ 26-ന് പോളിംഗ് ബൂത്തിലേക്ക്, തമിഴ്നാട് ഏപ്രിൽ 19-ന് പോളിംഗ് ബൂത്തിലേക്ക്, കർണാടക ഏപ്രിൽ 26-നും മെയ് 7-നും 2 ഘട്ടങ്ങളിലായി പോളിംഗ് ബൂത്തിലേക്ക്